അരൂർ മണ്ഡലത്തിലെ വികസന പദ്ധതികൾക്ക് പുതിയ ചുവടുവെപ്പ്. കളക്ടറേറ്റിൽ അടിയന്തര യോഗം. തുറവൂർ 220 kV സബ്സ്റ്റേഷൻ യാഥാർത്ഥ്യമാകും. ദേശീയപാതയും കുടിവെള്ള പദ്ധതികളും വേഗത്തിലാക്കാനും തീരുമാനം. വെള്ളക്കെട്ട്, ഗതാഗതം, കുടിവെള്ളക്ഷാമം എന്നിവയ്ക്കും അടിയന്തര പരിഹാരമുണ്ടാക്കുമെന്ന് MLA അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ. അരൂർ നിയോജക മണ്ഡലത്തിലെ വിവിധ വികസന പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനും നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനുമായി ജില്ലാ കളക്ടറേറ്റിൽ അടിയന്തര അവലോകന യോഗം ചേർന്നു. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ, KSEB, കേരള വാട്ടർ അതോറിറ്റി, റവന്യൂ വകുപ്പ്, ദേശീയപാത അതോറിറ്റി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. തുറവൂരിൽ നിർമ്മിക്കുന്ന 220 kV സബ്സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കേരള വാട്ടർ അതോറിറ്റിയുടെ കൈവശമുള്ള സ്ഥലത്തിൽ നിന്ന് 2 ഏക്കർ ഭൂമി KSEBക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തത്. ഭൂമി കൈമാറ്റവുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ അടിയന്തരമായി പരിഹരിക്കാൻ ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തുകയും സബ്സ്റ്റേഷന്റെ ടെൻഡർ നടപടികൾ 1 മാസത്തിനകം ആരംഭിക്കുമെന്നും KSEB അറിയിക്കുകയും ചെയ്തു. പദ്ധതി പൂർത്തിയാകുന്നതോടെ മേഖലയിലെ വൈദ്യുതി വിതരണവുമായി ബന്ധപ്പെട്ട പ്രധാന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്ന് യോഗം വിലയിരുത്തി. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി അരൂർ മുതൽ തുറവൂർ വരെ നിർമ്മിക്കുന്ന ഉയരപാതയുടെയും അനുബന്ധ റോഡുകളുടെയും നിർമ്മാണത്തിൽ പൊതുജനങ്ങൾ ഉന്നയിച്ച ആശങ്കകളും യോഗം ചർച്ച ചെയ്തു. റോഡിനോട് ചേർന്ന് നിർമ്മിക്കുന്ന കാനയുടെ ഉയരവർധന സമീപവാസികൾക്കും വ്യാപാരികൾക്കും യാത്രക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് പരാതിക്കാർ ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ ദേശീയപാത അതോറിറ്റി, കരാറുകാർ, പരാതിക്കാർ എന്നിവർ പങ്കെടുത്ത പ്രത്യേക യോഗം ചേർന്ന് സംയുക്ത പരിശോധന നടത്താൻ തീരുമാനിച്ചു. പരാതിക്കാരുടെ ആശങ്കകൾ പരിഹരിച്ച ശേഷമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാവൂ എന്ന് ഡെപ്യൂട്ടി സ്പീക്കർ കർശന നിർദ്ദേശം നൽകി. തുറവൂർ ജംഗ്ഷന്റെ തെക്കുഭാഗത്ത് അണ്ടർപാസ് നിർമ്മിക്കണമെന്ന പ്രദേശവാസികളുടെ ആവശ്യവും ദേശീയപാത അതോറിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. വിഷയത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തീരദേശ മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി തയ്യാറാക്കിയ 5 കോടി രൂപയുടെ പദ്ധതിയുടെ റിപ്പോർട്ട് ഒരാഴ്ചക്കകം സമർപ്പിക്കുമെന്ന് കേരള വാട്ടർ അതോറിറ്റി അറിയിച്ചു. പദ്ധതി സമയബന്ധിതമായി നടപ്പാക്കുമെന്നും കുത്തിയതോട്, എഴുപുന്ന, തുറവൂർ പഞ്ചായത്തുകളിലെ തീരദേശ പ്രദേശങ്ങളിലെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും MLA അറിയിച്ചു. ചേരിങ്കൽ, മൂർത്തിങ്കൽ, ഹേലാപുരം പ്രദേശങ്ങളിലെ രൂക്ഷമായ വെള്ളക്കെട്ട് പ്രശ്നവും യോഗത്തിൽ ചർച്ചയായി. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് MLA അഡ്വക്കേറ്റ് ഷാനിമോൾ ഉസ്മാൻ ആവശ്യപ്പെട്ടു. അടിയന്തരമായി വിളിച്ചു ചേർത്ത യോഗത്തിൽ ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അരൂർ. +2 ITM കഴിഞ്ഞവർക്ക് ലാറ്ററൽ എൻട്രി വഴി 2 വർഷം കൊണ്ട് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ സ്വന്തമാക്കാം. സമയം കളയേണ്ട, കരിയർ തുടങ്ങാം ജയ് ഭാരതിലൂടെ. ജയ് ഭാരത് കോളേജ് ഓഫ് മാനേജ്മെന്റ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജി, പെരുമ്പാവൂർ.